നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 വീണ്ടും പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി മുന്നോട്ടു പോവുകയാണ്. ഹൗസിലെ നിയമലംഘനങ്ങളുടെ പേരിൽ മത്സരാർത്ഥിയായ ഗിസേൽ താക്കറാളിന് അവതാരകൻ മോഹൻലാൽ കർശന ശിക്ഷ നൽകിയത് കഴിഞ്ഞ ദിവസത്തെ പ്രധാന സംഭവമായിരുന്നു. ബിഗ് ബോസ് നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ച് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ചതിനാണ് ഗിസേലിന്റെ ബാഗേജുകൾ തിരികെ വീട്ടിലേക്ക് അയക്കാൻ മോഹൻലാൽ ഉത്തരവിട്ടത്. അതേസമയം ആദ്യ ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയയിൽ 8 മത്സരാർത്ഥികളാണ് എലിമിനേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചത്. ശക്തമായ വാദപ്രതിവാദങ്ങൾക്കും ഗ്രൂപ്പിസത്തിനും സാക്ഷ്യം വഹിച്ച ആദ്യ ആഴ്ചയിൽ മുൻഷി രഞ്ജിത്ത് പ്രേക്ഷകരുടെ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തായി. ബിഗ് ബോസ് ഹൗസിലേക്ക് ആദ്യമായ ഒരു റോബോട്ടിക് നായയെ പരിചയപ്പെടുത്തിയതും ഈ സീസണിലെ ശ്രദ്ധേയമായ ഒരു നീക്കമാണ്. വാച്ച് ഡോഗ് എന്ന പേരിൽ അവതരിപ്പിച്ച ഈ റോബോട്ട് ഹൗസിലെ നിരീക്ഷണത്തിനും വിനോദത്തിനും ഉപയോഗിക്കുമെന്നാണ് സൂചന. ഇതിനൊക്കെ ഇടയിൽ മറ്റൊരു സംഭവം കൂടി നടക്കുന്നുണ്ട്. 18 മത്സരാർത്ഥികളുമായാണ് 7ാം സീസൺ 2ാം ആഴ്ചയിലേക്ക് കടന്നത്. വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് നൽകിയ ടാസ്ക് വഴക്കിലും കയ്യാങ്കളിയിലും അവസാനിച്ചതോടെയാണ് ഷോ നിർത്തിവെക്കുകയാണെന്ന അറിയിപ്പ് ബിഗ് ബോസിൽ നിന്ന് വരുന്നത്. റാങ്കിംഗ് ടാസ്ക് ആണ് മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് 2ാം ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ നൽകിയിരിക്കുന്നത്. ഇതാണ് പുതിയ പ്രൊമോയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ സീസണിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും കിടിലൻ പ്രൊമോയാണ് പുതിയത്. എല്ലാ സീസണുകളിലും റാങ്കിംഗ് ടാസ്ക് ഉണ്ടാകാറുണ്ട്. പക്ഷേ 50 ദിവസം, അത് മിനിമം 50 ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ മാത്രമാണ് ഈ ടാസ്ക് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നൽകാറുള്ളത്. ഇത്തവണത്തെ സീസണിന്റെ ടാഗ് ലൈൻ തന്നെ 7ന്റെ പണി എന്നതായതുകൊണ്ടാകണം 2ാം ആഴ്ചയിൽ തന്നെ റാങ്കിംഗ് ടാസ്ക് ബിഗ് ബോസ് നൽകിയത്. റാങ്കിംഗ് ടാസ്കിൽ അടി നടക്കാറുള്ളത് 1നും 5നും ഇടയിലുള്ള സ്ഥാനങ്ങൾ സ്വന്തമാക്കാൻ മത്സരാർത്ഥികൾ ശ്രമിക്കുമ്പോഴാണ്. ഈ ടാസ്കിന് ഇത്തവണ മത്സരാർത്ഥികൾക്ക് പ്രത്യേക വസ്ത്രങ്ങളടക്കം ബിഗ് ബോസ് നൽകിയിട്ടുണ്ട്. ടാസ്ക് ആരംഭിച്ചപ്പോൾ താനാണ് റാങ്കിൽ 1ാം സ്ഥാനത്ത് നിൽക്കാൻ അർഹനെന്ന് അനീഷ് വാദിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അനീഷ് തന്നെയാണ് പ്രൊമോയിലും ടാസ്കിലും നിറഞ്ഞു നിൽക്കുന്നത്. കോമണർ മത്സരാർത്ഥി അനീഷും മറ്റ് മത്സരാർത്ഥികളും തമ്മിലാണ് വഴക്ക്. അനീഷിനെ മറ്റ് മത്സരാർത്ഥികൾ ഉപദ്രവിച്ചോ എന്നുള്ള സംശയവും പ്രൊമോ കണ്ടതോടെ പ്രേക്ഷകർക്കുണ്ട്. തർക്കത്തിൽ തുടങ്ങിയ വഴക്ക് കൈവിട്ടു പോയതോടെയാണ് ബിഗ് ബോസ് ഇടപെട്ടതും 7ാം സീസൺ നിർത്തിവെക്കുകയാണെന്ന് മത്സരാർത്ഥികളുമായി ഇനി ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ബിഗ് ബോസ് ടീമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലെന്നും അറിയിച്ചത്. ഹൗസിനുള്ളിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം.